ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വിമാനവാഹിനി കപ്പൽ തിരികെ കൊണ്ടുവരരുതെന്ന് അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. ലോസ് ആഞ്ചലസിലെ തീപിടുത്തം, അക്രമി പോലീസ് പിടിയിൽ. പണം ഇനി ജനത്തിന്, അമേരിക്ക മിലിറ്ററി നയം മാറ്റുന്നു. താലിബാൻ ഉപാധികളോടെ ചർച്ചയ്ക്കു തയ്യാർ. മദ്യപാനം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതെത്തി. കൂടുതൽ വിവരങ്ങൾ കേരള ഡെസ്കിൽ. ഞാൻ ജയൻ ശാസ്തമംഗലം. വാർത്തകൾ വിശദമായി. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വിമാനവാഹിനി കപ്പൽ തിരികെ കൊണ്ടുവരരുതെന്ന് അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ സൈനിക കമാൻഡറാണ് മുന്നറിയിപ്പ് നൽകിയത്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വിമാനവാഹിനി കപ്പൽ തിരിച്ചു കൊണ്ടുവരരുതെന്ന് അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. തെക്കൻ ഇറാനിലെ ചബഹാർ തുറമുഖത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇറാൻ സൈനിക കമാൻഡർ ജനറൽ അതൊള്ള സലേഹി മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ പട്രോളിംഗ് നടത്തുന്ന അമേരിക്കൻ നേവിയുടെ 5ാം ഫ്ലീറ്റിൽ നിന്നും മുന്നറിയിപ്പിനെക്കുറിച്ച് യാതൊരുവിധ പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞയാഴ്ചയാണ് ഇറാൻ യുദ്ധവിമാനം തങ്ങളുടെ സമുദ്രാതിർത്തി പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS ജോൺ സി സ്റ്റെന്നിസിന്റെ ചിത്രം എടുത്തത്. ഔദ്യോഗിക TV ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത ഈ വാർത്ത സ്ഥിരീകരിച്ച അമേരിക്കയുടെ 5ാം നാവിക ഫ്ലീറ്റ് തങ്ങൾ പേർഷ്യൻ ഗൾഫിലും വടക്കേ അറേബ്യൻ കടലിലും പട്രോളിംഗ് നടത്തുകയായിരുന്നുവെന്ന് അറിയിച്ചിരുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നുള്ള പിന്മാറ്റം തങ്ങളുടെ സൈനിക അഭ്യാസം സമാധാനപരമായിരുന്നു എന്നതിൻ്റെ തെളിവായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഈ കപ്പലുകൾ തിരികെ കൊണ്ടുവരുന്നതിനെതിരെയാണ് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഹോർമുസ് കടലിടുക്ക് തടയുമെന്ന് ഇറാന്റെ ഭീഷണി. ലോകത്തിന്റെ എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലാവുമെന്ന് നിരീക്ഷണം. അമേരിക്കയ്ക്കെതിരെ ഇറാന്റെ ഭീഷണി. ഇറാന്റെ എണ്ണ കയറ്റുമതിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒബാമ ഭരണകൂടത്തിന്റെ പുതിയ സാമ്പത്തിക ഉപരോധത്തിനെതിരെയാണ് ഇറാന്റെ ഈ ഭീഷണി. ഹോർമുസ് കടലിടുക്ക് തടഞ്ഞുകൊണ്ട് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇറാന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റീസ റഹീമിയാണ് ഈ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെ 55 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇടുങ്ങിയ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ദിനംപ്രതി ലോകത്തിലെ 1/5 ഭാഗം എണ്ണ വിതരണം കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ പേർഷ്യൻ ഗൾഫ് ഭാഗത്ത് 10 ദിവസത്തെ നാവികാഭ്യാസ പ്രകടനം ആരംഭിച്ചിരുന്നു. ഇറാന്റെ ചെറിയ സ്പീഡ് ബോട്ടുകളുടെയും മിസൈലുകളുടെയും പ്രവർത്തനശേഷി വെല്ലുവിളിയോടെ അമേരിക്കയുടെ നാവികസേനയെ കാണിക്കുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. അത് അമേരിക്കയെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്തർദേശീയമായ സമുദ്ര ഗതാഗത ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് തടസ്സം വരുന്ന വിധത്തിൽ ആരിടപെട്ടാലും അനുവദിച്ചു കൊടുക്കില്ല എന്ന് ഇതിന് മറുപടിയായി അമേരിക്ക തിരിച്ചടിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ പിരിമുറുക്കമുള്ളതായി മാറ്റിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. മാത്രമല്ല, ഇറാന്റെ ആണവ പദ്ധതിക്ക് നേരെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഏറ്റവും അപകടം പിടിച്ച അവസ്ഥയിലേക്ക് മാറി എന്നതിൻ്റെ തെളിവാണിതെന്നും റഹീമി പറഞ്ഞു. UN ആണവ ഊർജ നിരീക്ഷണ സംഘം ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ അമേരിക്കയ്ക്ക് നൽകിയ റിപ്പോർട്ടുകളുടെ ഫലമായാണ് ഇപ്പോൾ ഒബാമ ഭരണകൂടം ഇറാനെതിരെ ഈ പുതിയ സാമ്പത്തിക ഉപരോധം കൊണ്ടുവന്നത്. ഇറാന്റെ എണ്ണ വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക. അങ്ങനെ ഇറാന്റെ ആണവ പദ്ധതികൾക്ക് വേണ്ട സാമ്പത്തിക ഭദ്രതയ്ക്ക് തടയിടുകയാണ് ഒബാമയുടെ ലക്ഷ്യമെന്നും ഇറാൻ വൈസ് പ്രസിഡന്റ് റഹീമി പറഞ്ഞു. എണ്ണ വ്യാപാരത്തിനുമേൽ അമേരിക്കയുടെ പുതിയ സാമ്പത്തിക ഉപരോധം നിലവിൽ വന്നാൽ അത് ഇറാന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക നയങ്ങളെയും തുടർന്ന് ഭരണത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് ഇറാൻ അമേരിക്കയുടെ ഈ പുതിയ തന്ത്രത്തെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നതെന്നും റഹീമി വിശദീകരിച്ചു. ഇറാന്റെ എണ്ണ വിപണിയെ താറുമാറാക്കി കഴിഞ്ഞാൽ ആ നഷ്ടം സൗദി അറേബ്യയിൽ കൂടുതൽ എണ്ണ ഉൽപ്പാദനം നടത്തി നികത്താമെന്നാണ് അമേരിക്ക കരുതുന്നത്. പ്രതിദിനം ഇറാൻ കയറ്റുമതി ചെയ്യുന്ന 2 മില്യൺ ബാരൽ എണ്ണ സൗദി അറേബ്യയ്ക്ക് ഉൽപ്പാദനം ചെയ്യാൻ കഴിയുമെന്ന് അമേരിക്ക വിചാരിക്കുന്നു. എന്നാൽ സൗദി അറേബ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല, ഇറാൻ ഇക്കാര്യത്തിൽ സൗദിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞതായും റഹീമി പറഞ്ഞു. ഇറാന്റെ ഇന്റലിജൻസ് മിനിസ്റ്റർ ഈയിടെ റിയാദ് സന്ദർശിച്ചിരുന്നു. വാഷിംഗ്ടണിലെ സൗദി അംബാസഡറുടെ കൊലപാതകത്തിൽ ഇറാന് പങ്കുണ്ടായിരുന്നു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഇന്റലിജൻസ് മന്ത്രിയുടെ റിയാദ് സന്ദർശനം. അമേരിക്കയുടെയും യൂറോപ്യൻ സഖ്യത്തിൻ്റെയും മുമ്പിൽ പതറാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇറാന് സാമ്പത്തികമായ പിൻബലം ആവശ്യമാണ്. അതിനുവേണ്ടി എന്തു വില കൊടുത്തും പ്രവർത്തിക്കാൻ ഇറാൻ ഇപ്പോൾ ഒരുക്കവുമാണ്.
മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന വിലയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ശേഷിയില്ലെന്നും ഹോർമസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണത്തെ നിർത്തിയാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ തന്നെ സാമ്പത്തിക ബാധ്യതയിൽ അകപ്പെട്ടിരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായിരിക്കുമെന്നും ഇറാൻ പറഞ്ഞു. മാത്രമല്ല പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ എണ്ണ ഒഴുക്ക് നിലച്ചാൽ അത് യൂറോപ്പിനെയും അമേരിക്കയെയും മാത്രമല്ല ബാധിക്കുക. 60% എണ്ണ ഇന്ത്യയുൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നുള്ള വിതരണത്തെ ആശ്രയിക്കുന്നത്. ഫലത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ എണ്ണവില കുതിച്ചുയരുക തന്നെ ചെയ്യും. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നതെന്നും റഹീമി പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോസ് ആഞ്ചലസിനെ പരിഭ്രാന്തിയിലാഴ്ത്തിയ തീപിടുത്തത്തിന്റെ ഉത്തരവാദി പോലീസ് പിടിയിൽ. ജർമ്മൻ വംശജനാണ് പിടിയിലായത്. ലോസ് ആഞ്ചലസിൽ കാറുകളെ അഗ്നിക്കിരയാക്കിയ അക്രമി പോലീസ് പിടിയിൽ. ജർമ്മൻ വംശജനെന്ന് സംശയിക്കുന്ന ഹാരി ബുക്കാർട്ടാണ് പ്രതി. ലോസ് ആഞ്ചലസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച നിരവധി കാറുകളെ അഗ്നിക്കിരയാക്കിയ അക്രമിയാണ് ഷെർവി ലാ ലസാരി എന്ന പോലീസുകാരൻ പിടികൂടിയത്. പാർട്ട് ടൈം പോലീസുകാരനായ ഇറാൻ വംശജനാണ് ഷെർവി ലാ ലസാരി. ലോസ് ആഞ്ചലസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നിക്കിരയാക്കലായിരുന്നു ഇത്. 52ഓളം കാറുകളാണ് ഹാരി ബുക്കാർട്ട് തീ കത്തിച്ചു നശിപ്പിച്ചത്. ഹാരി ബുക്കാർട്ടിന്റെ അമ്മ കുടിയേറ്റ നിയമം ലംഘിച്ചതിനാൽ കഴിഞ്ഞയാഴ്ചയാണ് അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. അതിനുള്ള പ്രതികാരമായാണ് ഹാരി ബുക്കാർട്ട് കാറുകൾ തീവച്ച് നശിപ്പിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഹാരി ബുക്കാർട്ടിനെ പോലീസിന് സംശയം തോന്നി അയാൾ ഓടിച്ചിരുന്ന വാൻ നിർത്തി പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഷെർവിൻ ലാ ലസാരി എന്ന പോലീസുകാരൻ ഹാരി ബുക്കാർട്ടിനെ അറസ്റ്റ് ചെയ്തു. കാറുകളെ തീവയ്ക്കുന്ന സ്ഥലത്തെ ക്യാമറയിൽ പതിഞ്ഞ ആളിനോടുള്ള സാമ്യതയും അറസ്റ്റിനു ശേഷം തീവയ്പ്പുകളൊന്നും നടക്കാത്തതും പിടിയിലായ വ്യക്തി തന്നെയാണ് പ്രതി എന്ന് പോലീസിനെ ഉറപ്പാക്കുകയായിരുന്നു. ഹാരി ബുക്കാർട്ടിന് 24 വയസ്സുണ്ട്. By no means is this investigation complete. Based on the Saturday evening news conference held by the Multi-Agency Arson Task Force and video images distributed to the media, the task force revealed tips from both the State Department and the U.S. Marshal Service which aided law enforcement in helping to identify the suspect. This morning, around 3 a.m., the Sheriff's Department detained a 24-year-old man named Harry Burkhart, who has subsequently been charged with 1 count of arson of an inhabited dwelling and is currently being held without bail. We expect that as the investigation continues, he will face additional charges. വാഹനത്തിലെത്തി കാറുകൾക്ക് തീയിട്ട ശേഷം അടുത്ത സ്ഥലത്തിലേക്ക് പോകുന്നതായിരുന്നു ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. അമേരിക്ക മിലിറ്ററി ആവശ്യങ്ങൾക്ക് നീക്കിവെക്കുന്ന തുക വെട്ടിച്ചുരുക്കാൻ തീരുമാനമായി. അമേരിക്കയുടെ യുദ്ധനയത്തിലും സാമ്പത്തിക നയത്തിലും ഇത് വലിയ മാറ്റമുണ്ടാക്കും. അമേരിക്ക പട്ടാളത്തിൻ്റെ ബാഹുല്യം കുറയ്ക്കാൻ തീരുമാനിക്കുന്നു. കോടിക്കണക്കിന് ഡോളർ ചിലവ് കുറയ്ക്കാനുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമാണിത്. കനത്ത ബജറ്റിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി പട്ടാളത്തെ ചെറുതാക്കാനാണ് ശ്രമം. ഇതിനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നതായി വാർത്ത. പ്രതിരോധ സെക്രട്ടറി ഇക്കാര്യം ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കും എന്നാണ് സൂചന. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഇനി നിയന്ത്രണമുണ്ടാവുമെങ്കിലും 21ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധികളെയും സുരക്ഷാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള ബാഹുല്യം തീർച്ചയായും സൈന്യത്തിനുണ്ടാവും. ബുഷിൻ്റെ കാലത്തിലേതുപോലെ എവിടെ യുദ്ധം വേണോ അവിടെ അമേരിക്കൻ പട്ടാളം തയ്യാർ എന്ന മട്ടിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. The few, the proud, the Marines. സാധാരണ അമേരിക്കക്കാരൻ്റെ കീശയ്ക്ക് താങ്ങാൻ പറ്റാത്ത വിധം യുദ്ധങ്ങളിലും ലോക പോലീസ് ഇടപെടലുകളിലും അമേരിക്ക കുടുങ്ങുന്നത് ഇനി പഴയ കഥയായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാടാണിനി. പുതിയ രീതി ഇപ്രകാരമായിരിക്കും: ഒരു വൻ യുദ്ധം ഒരു സമയത്തു മാത്രം നടത്തുക. അതേസമയം തന്നെ ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ വേറൊരു പ്രബല ശത്രുവിൻ്റെ ലക്ഷ്യം തകർക്കുക. ഒപ്പം ചെറിയ തോതിലുള്ള മറ്റു സൈനിക ഓപ്പറേഷനുകളും നടത്തുക. ഇത്രയുമായിരിക്കും US പട്ടാളത്തിൻ്റെ പുതിയ പ്രവർത്തന പരിപാടി എന്നാണ് സൂചന. ഇറാഖ് യുദ്ധം തീരുകയും അഫ്ഗാൻ യുദ്ധം അവസാനിക്കാറാവുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ആസൂത്രണത്തിന് ആക്കം കൂടിയത്.
പ്രതിരോധ ബജറ്റിൽ 10 വർഷം കൊണ്ട് $450 ബില്യൺ കുറയ്ക്കണമെന്ന് എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. താലിബാൻ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. ഉപാധികളോടെയുള്ള ഒത്തുതീർപ്പിനോട് താലിബാൻ മൃദു സമീപനം പുലർത്തുവാൻ സാധ്യതയുണ്ടെന്ന് താലിബാൻ വക്താവ്. അഫ്ഗാനിലെ താലിബാൻ ഗ്രൂപ്പ് അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. താലിബാൻ ഗ്രൂപ്പിന്റെ വക്താവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്കൻ നേതൃത്വവുമായി ചർച്ച ചെയ്ത് സമരസപ്പെടാനുള്ള താലിബാന്റെ പൊതുവായ താൽപ്പര്യമായി ഈ ശ്രമത്തെ കണക്കാക്കാം. ഇസ്ലാമിക എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാന്റെ വക്താവ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണ് സബിയുള്ള മുജാഹിദ് ഖത്തറുമായും അനുബന്ധ സ്ഥലങ്ങളുമായും പ്രാഥമിക കരാർ താലിബാന് വേണം എന്നാവശ്യപ്പെട്ടത്. ചർച്ചകളുടെ ഭാഗമായി അമേരിക്കയുടെ ഡിറ്റൻഷൻ കേന്ദ്രങ്ങളായ ഗ്വാണ്ടനാമോ ബേയിലും ക്യൂബയിലും പാർപ്പിച്ചിരിക്കുന്ന തടവുകാരെ വിട്ടയക്കണമെന്നും താലിബാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിനകത്ത് സമാധാനപരമായ ചർച്ചകൾക്ക് തയ്യാറാണെന്നും വക്താവ് അറിയിച്ചിട്ടുണ്ട്. 1996 മുതൽ 2001 വരെ അഫ്ഗാൻ ഭരിച്ച താലിബാൻ ഇതാദ്യമായാണ് അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനകത്ത് നിലകൊണ്ടിട്ടും അവരെ പിൻവലിക്കണമെന്ന് ശഠിക്കാതെ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായി വന്നിരിക്കുന്നത്. എന്നാൽ താലിബാൻ വക്താവിൻ്റെ വാക്കുകളിൽ പൂർണ്ണതയുണ്ടോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ടെന്നാണ് സൂചന. പ്രാദേശിക ഭാഷയായ പാഷ്തോയിലാണ് വക്താവ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ചർച്ചകളിലൂടെ എതിർകക്ഷിയുമായുള്ള ഏതു പ്രശ്നവും പരിഹരിക്കാമെന്നാണ് ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ കരുതുന്നതെന്ന് പ്രാദേശിക ഭാഷയിലെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. അതേസമയം താലിബാൻ അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അക്രമം അവസാനിപ്പിച്ച് അഫ്ഗാൻ ഭരണഘടനയിൽ വിശ്വസിച്ച് ന്യൂനപക്ഷത്തെയും സ്ത്രീകളെയും സംരക്ഷിച്ച് അഫ്ഗാൻ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തോട് ഒപ്പം പോകുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് കാബൂളിലെ US നയതന്ത്ര മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് വെളിപ്പെടുത്തി. കാപ്പിയുടെയും പാലിന്റെയും വിലവർധന സ്റ്റാർബക്സ് ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്നു. വില കൂട്ടാൻ തന്നെയാണ് സ്റ്റാർബക്സിന്റെയും തീരുമാനം. സ്റ്റാർബക്സ് കാപ്പിക്കും മറ്റുൽപ്പന്നങ്ങൾക്കും ചില സ്ഥലങ്ങളിൽ വില വർദ്ധിപ്പിച്ചു. ന്യൂയോർക്ക്, ബോസ്റ്റൺ, വാഷിംഗ്ടൺ DC, അറ്റ്ലാന്റ, ഡാളസ്, അൽബുക്കർക്ക് എന്നിവിടങ്ങളിൽ 1% വില വർദ്ധിപ്പിക്കും. കോഫി, മിൽക്ക്, ഇന്ധനം എന്നിവയുടെ വിലവർധന മൂലം കമ്പനിയുടെ ലാഭം കുറയുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ന്യൂയോർക്കിലെ 12 ഔൺസ് ബ്രൂ കോഫിക്ക് 10 സെന്റ് കൂടും. കഴിഞ്ഞ നവംബറിൽ വിലവർധനവുണ്ടായ കാലിഫോർണിയയിലും ഫ്ലോറിഡയിലും ഇപ്രാവശ്യം വർധനവുണ്ടാവില്ല. യൂട്ടായിലെ തണുത്തുറഞ്ഞ നദിയിലേക്ക് മറിഞ്ഞ കാറിൽ കുടുങ്ങിയ 3 കുട്ടികളെ രക്ഷിച്ചു. വഴിയാത്രക്കാരാണ് കുട്ടികളുടെ രക്ഷയ്ക്കെത്തിയത്. ലൊഗാൻ കാന്യോണിലെ നാഷണൽ ഹൈവേയായ US 89 നിന്നും കാർ നിയന്ത്രണം തെറ്റി ലൊഗാൻ നദിയിലേക്ക് വീണു. കാറിനുള്ളിൽ 3 കുട്ടികളുണ്ടായിരുന്നു. 3 പേരെയും പിന്നീട് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. മഞ്ഞു വീണ് കുഴഞ്ഞ റോഡിൽ തെന്നി നിയന്ത്രണം തെറ്റിയാണ് കാർ തൊട്ടു താഴെ ഒഴുകുന്ന നദിയിലേക്ക് മറിഞ്ഞു വീണത്. ക്രിസ് വൈൽഡൻ എന്നയാളായിരുന്നു കുട്ടികളെ രക്ഷപ്പെടുത്താൻ നേതൃത്വം നൽകിയത്. ഒപ്പം കുട്ടികളിൽ ഒരാളുടെ പിതാവും പോലീസും ഏതാനും നാട്ടുകാരും ഒരു നഴ്സും സഹായിക്കാനെത്തിയിരുന്നു. Saw some ladies coming towards us. They were screaming something about kids. So I jumped out of the car, ran around, jumped into the river next to the children's father, started helping him trying to get into the vehicle. കാർ നദിയിൽ തലകീഴായി കിടക്കുകയായിരുന്നു. അതുവഴി മിനി വാനിൽ വന്ന ക്രിസ് വൈൽഡൻ സ്ത്രീകളുടെ കൂട്ടക്കരച്ചിൽ കേട്ടാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് നോക്കിയതും കാർ തലകീഴായി മറിഞ്ഞു കിടക്കുന്നത് കണ്ടതും. തൻ്റെ കൂടെ എപ്പോഴും കരുതാറുള്ള തോക്കും കത്തിയും ഫ്ലാഷ് ലൈറ്റും അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതായി വൈൽഡൻ പറഞ്ഞു. I could see one of the girls in the back seat. She was looking at me. I told her, I said, get out of the car. She stated she couldn't because she was stuck with her seatbelt. So I pulled out my knife and I cut the seatbelt off, grabbed onto her, pulled her out of the vehicle and gave her to someone else. കാറിന്റെ താഴ്ത്തിയിട്ടിരുന്ന ഗ്ലാസുകൾ വെടിവെച്ചു പൊട്ടിച്ചും സീറ്റിൽ കുടുങ്ങിപ്പോയ കുട്ടിയെ കത്തി ഉപയോഗിച്ച് ബന്ധന വിമുക്തനാക്കിയും ക്രിസ് വൈൽഡനും കൂട്ടരും രക്ഷപ്പെടുത്തി. 9 വയസ്സുള്ള 2 പെൺകുട്ടികളെയും 4 വയസ്സുള്ള ആൺകുട്ടിയെയും കാറിൽ നിന്നും പുറത്തെടുത്തു. 4 വയസ്സുകാരന് പ്രഥമ ശുശ്രൂഷ നൽകിയത് സഹായ സംഘത്തിലുള്ള നഴ്സായിരുന്നു. 8ഓളം പേർ ചേർന്ന് കാറിനെ പൊക്കിയ ശേഷമാണ് ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിയത്. എല്ലാ സംഭവങ്ങളും ഏകദേശം 1 മിനിറ്റ് കൊണ്ട് നടന്നതായി ഉട്ടാഹ് ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനായ സ്റ്റീവ് വിൻവാർഡ് പറഞ്ഞു. കുട്ടികളെ രക്ഷിക്കാൻ നേതൃത്വം നൽകിയ ക്രിസ് വൈൽഡൻ 2 കുട്ടികൾ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്നു. നാട്ടുകാർ 3 കുട്ടികളെയും ഉട്ടാവ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച 3 കുട്ടികളും സുരക്ഷിതരായി അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. There were a whole bunch of people there. We just did what needed to be done right then. പ്രായമേറിയ ആന മൃഗശാലയ്ക്ക് ബാധ്യതയായി. അതോടെ മൃഗത്തെ നാടുകടത്താനും ശ്രമം ആരംഭിച്ചു. അരിസോണ റീഡ് പാർക്ക് മൃഗശാലയിലാണ് സംഭവം. അരിസോണയിലെ റീഡ് പാർക്ക് മൃഗശാലയിലെത്തുന്ന സന്ദർശകർക്ക് കൗതുകകരമായ പുതിയ കാഴ്ച
പ്രായമായ ആന കൂട്ടിൽ കയറുന്നതാണ്. കാഴ്ചയുടെ രസം അതിൻ്റെ സത്യാവസ്ഥയെ മറച്ചുപിടിക്കുന്നു എന്നതാണ് സത്യം. 42 വയസ്സുള്ള ആനയെ കൂട്ടിൽ കയറ്റാൻ പഠിപ്പിക്കുകയല്ല, മറിച്ച് അതിനെ നാടുകടത്താനാണ് എന്നറിയുമ്പോൾ പലരും സഹതാപാർദ്രരാകും. അരിസോണ ട്യൂസനിലെ റീഡ് പാർക്ക് മൃഗശാല അധികൃതർ ഈ ആനയെ മെരുക്കുകയാണ്. 42 വയസ്സുള്ള ഏഷ്യൻ ആനയെക്കൊണ്ട് ഇനി വലിയ ഉപയോഗം ഇല്ലാത്തതിനാൽ അതിനെ സാന്റിയാഗോ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പരിശീലനമാണ് നടക്കുന്നത്. കോണി എന്നാണ് ഈ ആനയുടെ പേര്. ഇപ്പോഴേ പഠിപ്പിച്ചാലേ സമയമാകുമ്പോൾ തൻ്റെ പേടകത്തിൽ ആന കയറാൻ തയ്യാറാകൂ. പ്രലോഭനത്തിനായി തണ്ണീർമത്തൻ, മത്തങ്ങ, കാന്റലൂപ്പ്, ഓറഞ്ച് എന്നീ പ്രത്യേക വിഭവങ്ങളാണ് ഇപ്പോൾ കോണിക്ക് നൽകുന്നത്. കുഞ്ഞുപ്രായത്തിൽ റീഡ് പാർക്കിലെത്തിയ കോണിക്ക് ജോലിഭാരം കുറയ്ക്കാനാണ് സാന്റിയാഗോയിൽ കൊണ്ടുപോകുന്നത്. 10 മണിക്കൂർ സഞ്ചരിച്ചാലേ സാന്റിയാഗോയിൽ എത്താൻ സാധിക്കൂ. ഷിക്കാഗോയിലെ ഇന്ത്യൻ നാഷണൽ വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഇല്ലിനോയി ഈ വർഷത്തെ പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഞായറാഴ്ച നടന്ന ആഘോഷ പരിപാടികൾ കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 2012 ജനുവരി 1 ഞായറാഴ്ചയാണ് ഷിക്കാഗോ ക്നാനായ കമ്മ്യൂണിറ്റി സെന്ററിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. കരോൾ ഗാനങ്ങളോടെ പരിപാടികൾ ആരംഭിച്ചു. മോർട്ടൺ ഗ്രോവ് ക്നാനായ കത്തോലിക്ക പള്ളി അസോസിയേഷൻ പാസ്റ്റർ റവറൻ ഫാദർ സജി പിണർക്കയിൽ ക്രിസ്മസ് സന്ദേശം നൽകി. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. Second prize goes to Akin Manancheri. Third prize. Second prize goes to Akin Manancheri. Third prize goes to Alan Kulparbil and Jeffina Thomas. 50-meter running. First prize goes to. ഈ ആഘോഷ പരിപാടിയുടെ വിശദമായ റിപ്പോർട്ട് വെള്ളിയാഴ്ച രാത്രി 8:30 MCNൽ സംപ്രേഷണം ചെയ്യും. ഇനി ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. ഒർലൻഡോയിൽ നടന്ന അമേരിക്കൻ ബ്യൂട്ടി പേജന്റ് നാഷണൽ മത്സരത്തിൽ മലയാളി പെൺകുട്ടിക്ക് നേട്ടം. ഷാനയാണ് അമേരിക്കൻ മലയാളികളുടെ അഭിമാന താരമായത്. ഡിസംബർ 14 മുതൽ 19 വരെ ഒർലാൻഡോയിലെ ഓറഞ്ച് കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പ്രീടീൻ വിഭാഗത്തിലെ ബ്യൂട്ടി പേജന്റിലാണ് ഷാന വിരുത്തിക്കുളങ്ങര അപൂർവ നേട്ടത്തിന് ഉടമയായത്. മത്സരത്തിൽ ഷാന വിരുത്തിക്കുളങ്ങര സെക്കൻഡ് റണ്ണറപ്പായി. ഷിക്കാഗോയെ പ്രതിനിധീകരിച്ചാണ് ഷാന മത്സരത്തിനെത്തിയത്. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 65-ലധികം പേർ മത്സരത്തിനുണ്ടായിരുന്നു. 8 പേരടങ്ങിയ ജഡ്ജിംഗ് പാനലിന്റെ മുന്നിലായിരുന്നു ഷാന തന്റെ മികവ് പ്രകടിപ്പിച്ചത്. ബ്ലൂമിംഗ്ഡേയിൽ താമസിക്കുന്ന ഷാന 7th ഗ്രേഡ് വിദ്യാർത്ഥിനിയാണ്. വാകത്താനം ആലഞ്ചേരിൽ AU ജോൺ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ടെക്സാസിലെ ജോൺ ആലഞ്ചേരിയുടെ പിതാവാണ് അന്തരിച്ച ജോൺ. ജനുവരി 5 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് അഭിവന്ദ്യ സേവോറിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. വാകത്താനം വെട്ടിക്കുന്നേൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാരം നടക്കുന്നത്. ചാക്കോ വർഗീസ് വാതല്ലൂർ 101-ാം വയസ്സിൽ നിര്യാതനായി. ഷിക്കാഗോ എൽമസ്റ്റിലായിരുന്നു മരണം. 7 മക്കളും 20 കൊച്ചുമക്കളും 27 കൊച്ചുമക്കളുടെ മക്കളുമുള്ള ചാക്കോ വർഗീസ് മാവേലിക്കര ഭരണിക്കാവ് സ്വദേശിയാണ്. ജനുവരി 6 വെള്ളിയാഴ്ച ഫ്രാങ്ക്ലിൻ പാർക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ജനുവരി 7 രാവിലെ 10 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ഇനി കേരള ഡെസ്ക്.
കണക്കെടുപ്പിന്റെ കാര്യത്തിൽ മലയാളി സമർത്ഥനാണ്. 2011 കടന്നുപോകുമ്പോൾ വിവിധ ഇനം കണക്കുകളാണ് പുറത്തുവരുന്നത്. മദ്യവിൽപ്പനയുടെ കണക്കെടുപ്പ് പതിവ് പോലെ ഇത്തവണയും നടന്നു. 2011 ക്രിസ്മസ് ദിനവും 2012 പുതുവർഷവും കേരളത്തിന്റെ മദ്യവിൽപ്പനയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. തലസ്ഥാന നഗരം മാത്രം ക്രിസ്മസിന് 10 കോടിയും ന്യൂ ഇയറിന് 5 കോടിയും കുടിച്ചു തീർത്തു. ഇത് സർക്കാരിന്റെ ഔട്ട്ലെറ്റുകളിലൂടെയുള്ള ഔദ്യോഗിക കച്ചവടത്തിന്റെ കണക്കുകൾ മാത്രമാണ്. കേരളത്തിന്റെ ആകെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും ക്രിസ്മസിനും ന്യൂ ഇയറിനും കൂടി 190 കോടി രൂപയുടെ മദ്യം സർക്കാരിന്റെ അറിവിൽ വിറ്റു എന്നാണ് കണക്ക്. എന്നാൽ ന്യൂ ഇയറിനും ക്രിസ്മസിനും ഏറ്റവും കൂടുതൽ മദ്യം ചിലവായത് പാർട്ടികളിലും ക്ലബ്ബുകളിലുമാണ്. ഇത്തരം സ്ഥലങ്ങളിലാകട്ടെ മദ്യം എത്തുന്നത് മറ്റു ചില വഴികളിലൂടെയാണ്. മിലിറ്ററിക്കാരുടെ കോട്ട മുതൽ അന്യസംസ്ഥാന വ്യാജന്മാർ വരെ ക്ലബ്ബുകളിൽ ഒഴുകി. കേരളത്തിലെ ഒരു മുന്തിയ ക്ലബ്ബിൽ വാറ്റിയ പട്ടച്ചാരായത്തിലായിരുന്നു വമ്പന്മാരുടെ ശ്രദ്ധ. പട്ടയെന്ന് വെച്ച് വിലയ്ക്കൊന്നും കുറവില്ലായിരുന്നു. എന്തായാലും മദ്യത്തിന്റെ കൃത്യമായ കണക്കെടുപ്പ് അസാധ്യമാണെന്നതാണ് സത്യം. വിലക്കുറവുള്ള മാഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും കോടികളുടെ മദ്യമാണ് നാട്ടിലേക്ക് ഒഴുകിയെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഇത്തരത്തിൽ വ്യാജ വിദേശ മദ്യം കേരളത്തിലെത്തി. ആഘോഷം എന്താണെങ്കിലും മദ്യമുണ്ടാവണമെന്ന പുതിയ ആപ്തവാക്യമാണ് കേരളത്തിലെങ്ങും. മദ്യ ഉപഭോഗത്തിൽ കേരളം ഇന്ത്യയിൽ ഒന്നാമതെത്തി. വളരെ വർഷങ്ങളായി പഞ്ചാബിന് തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തായിരുന്ന കേരളം 2011 കടുത്ത കുടിയോടെ 1ാം സ്ഥാനത്തെത്തി. കേരളത്തിന് അങ്ങനെ ഒരു 1ാം സ്ഥാനം. മദ്യപാനികളുടെ ശ്രമഫലമായി ഇന്ത്യയിൽ ഏറ്റവും അധികം മദ്യ ഉപഭോഗത്തിനുള്ള 1ാം സ്ഥാനമാണ് കേരളം നേടിയത്. $6,700 മില്യൺ ലിറ്റർ എന്ന ഇന്ത്യയുടെ ആകെ മദ്യ ഉപഭോഗത്തിന്റെ 16% കേരളത്തിലായിരുന്നു. 14% പഞ്ചാബ് ഇത്തവണ 2ാമതായിപ്പോയി. സമീപകാലത്ത് നടന്ന ഒരു പഠനത്തിൽ ചില വസ്തുതകൾ കൂടി വെളിവായിട്ടുണ്ട്. 2015 രാജ്യത്തെ ആകെ മദ്യപാന അളവ് 19,000 മില്യൺ ലിറ്ററായി ഉയരും. അതായത് ഓരോ വർഷവും കുറഞ്ഞത് 30% വീതം വർദ്ധിക്കും. ഇന്ത്യയിലെ മദ്യവ്യവസായം ദർശിക്കാൻ പോകുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. തുകയുടെ കാര്യം കൂടി പരിശോധിക്കാം. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2015 ആകുമ്പോഴേക്കും ഓരോ വർഷവും നമ്മുടെ രാജ്യം 1,40,000 കോടി രൂപയുടെ മദ്യമായിരിക്കും കുടിക്കുക. 2011 ഇത് 50,700 കോടി രൂപയായിരുന്നു. ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിസ്കിയിൽ 80% കുടിക്കുന്നത് ഭാരതീയരാണ്. 2011 40,500 കോടി രൂപയായിരുന്നു ഇതിന്റെ മൂല്യം. ഈ വമ്പൻ കണക്കുകളുടെ ആകെ 16% അവകാശം മലയാളിക്കാണ്. കുടിക്കാൻ മലയാളിക്ക് അവസരങ്ങൾ വിഷയമല്ല. ജനനം, മരണം, പാലുകാച്ച്, കല്യാണം തുടങ്ങി എന്തും കുടിക്കാനുള്ള മലയാളിയുടെ കാരണങ്ങളാണ്. ശരാശരി ഒരു ദിവസം 19 കോടി രൂപയുടെ മദ്യം കേരളത്തിൽ വിൽക്കുന്നു. ചില പ്രത്യേക ദിനങ്ങളിൽ ഇത് 10 ഇരട്ടിയായി മാറുന്നു. 2011 ഓണക്കാലത്ത് 286.63 കോടി രൂപയുടെ മദ്യമാണ് കേരളം കുടിച്ചു വറ്റിച്ചത്. വിഷുവിന് 56.46 കോടി രൂപയുടെ മദ്യം സംസ്ഥാനത്താകെ ചിലവായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് വീര്യം പകർന്നത് 21 കോടി രൂപയുടെ മദ്യമാണ്. അന്നാകട്ടെ പകുതി സമയം മാത്രമാണ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചത്. 10 കോടി രൂപയുടെ കച്ചവടം മാത്രം നടക്കേണ്ടടുത്ത് 21 കോടി. ഇതാണ് കേരളം. കുടിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ. മദ്യവ്യവസായത്തിലെ വൻ കണക്കുകളിൽ ഊറ്റം കൊള്ളുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. മദ്യത്തിനൊപ്പം അനാരോഗ്യവും കേരളത്തിൽ പെരുകുന്നു എന്ന മുന്നറിയിപ്പ്. കുടിയുടെ കൂടപ്പിറപ്പാണ് കരൾ രോഗങ്ങൾ. കേരളം കുടിച്ചു മുന്നേറുമ്പോൾ കരൾ രോഗങ്ങളിലും വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. 1986 ആരോഗ്യ സെൻസസിൽ മദ്യപാനം ആരംഭിക്കുന്ന ശരാശരി വയസ്സ് 19 ആയിരുന്നു. എന്നാൽ 1991 കണക്കുകളിൽ ഇത് 17 വയസ്സായി കുറഞ്ഞു.
എന്നാൽ 2007 ഏറ്റവും ഒടുവിലെ ആരോഗ്യ സെൻസസിൽ 14 വയസ്സു മുതൽ മലയാളി കുടിച്ചു തുടങ്ങുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ലഭിക്കുന്നത്. അതുതന്നെയാണ് പ്രധാനമായി കരൾ രോഗങ്ങൾക്കുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും. മദ്യത്തിനൊപ്പമുള്ള ഭക്ഷണശീലമാണ് മലയാളിയുടെ ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു കാരണം. മാംസാഹാരങ്ങളുടെ അമിത ഉപയോഗം മദ്യത്തിനൊപ്പം മലയാളിയുടെ ഒരു ദുശീലമാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും രോഗവും പേറിയെത്തുന്ന കന്നുകാലികളെയാണ് മലയാളിയുടെ തീന്മേശയിൽ ഫ്രൈ ആക്കി തൊട്ടു നിൽക്കാൻ നൽകുന്നത്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന എണ്ണ, വൃത്തിയില്ലാത്ത ചുറ്റുപാടുകൾ, പൊതിഞ്ഞു നൽകുന്ന പ്ലാസ്റ്റിക് പേപ്പർ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കാരണങ്ങൾ ഇനിയുമുണ്ട്. സോഡയും കോളയും വയറിനെ ചീത്തയാക്കും. ഇളം പ്രായത്തിൽ കരൾ വാടുന്നതിന്റെ കാരണങ്ങൾ തിരയാൻ അധികം പഠനങ്ങളുടെ ആവശ്യമില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ വിമാനവാഹിനി കപ്പൽ തിരികെ കൊണ്ടുവരരുതെന്ന് അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. ലോസ് ആഞ്ചലസിലെ തീപിടുത്തം, അക്രമി പോലീസ് പിടിയിൽ. പണം ഇനി ജനത്തിന്, അമേരിക്ക മിലിറ്ററി നയം മാറ്റുന്നു. താലിബാൻ ഉപാധികളോടെ ചർച്ചയ്ക്കു തയ്യാർ. മദ്യപാനം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതെത്തി. കൂടുതൽ വിവരങ്ങൾ കേരള ഡെസ്കിൽ. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.